ഹലോ ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ്ങും ബേക്കിങ്ങും ചെറിയൊരു വിഷസ് കാർഡും ഉണ്ടാക്കിയ കഥകളും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാനേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ടേബിൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഓർഡർ എന്ത് വന്നാലും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാനും അറിയാനൊക്കെ രണ്ടുപേർക്കും ഭയങ്കര ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. അങ്ങനെ അത് അപ്പോൾ തന്നെ പൊട്ടിച്ചു എല്ലാം ഓരോ പീസാക്കി പുറത്തേക്ക് എടുത്തു വെച്ചേട്ടാ. അതിൻ്റെ കൂടെ അതിനകത്ത് തരാനുള്ള ആണിയുണ്ട്, പിന്നെ അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസും ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് പേരോട് ചേർന്ന് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെ കൊണ്ട് അത് പറ്റുന്നില്ല എങ്കിലും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലേക്ക് അവരെന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓരോ പീസിലും ABCEF മോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ രണ്ട് പേരും കൂടെ വന്നിട്ട് എല്ലാത്തിലും ആണിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ചിലതിൽ വേഗം കയറുന്നുണ്ട്, ചിലതിൽ ഇത്തിരി ടൈറ്റാണ് കേട്ടോ. അപ്പം നന്നായിട്ട് നല്ല ബലം പിടിച്ച് സ്ക്രൂ പിടിച്ച് കയറ്റേണ്ടി വന്നു കേട്ടോ. അങ്ങനത്തെ എൻ്റെ കൊച്ചവിടെ നോക്കിയിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടോണ്ടേ. അങ്ങനത്തെ ഒരു മുക്കാൽ ഭാഗത്തോളം എത്തി. അതിന് എൻ്റെ മേളത്തെ ഒരു ടോപ്പും കൂടെ വെച്ചാൽ മതി. അങ്ങനത്തെ രണ്ടുപേരും കൂടെ അതിൻ്റെ മുകളിൽ ഫുൾ ആണിയൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് എനിക്ക് എളുപ്പത്തിന്. അപ്പോൾ എനിക്കിനി അതിൻ്റെ ആ ഒരു ഹോളിൽ കയറ്റി എനിക്ക് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനത്തെ ഒടുവിൽ നമ്മുടെ ടേബിൾ ഇവിടെ സെറ്റായി കഴിഞ്ഞു, റെഡിയായി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് എൻ്റെ ഒരു പഴയ ഷോളാണ് കേട്ടോ, വർഷങ്ങളായ ഷോളാണ്. അത് ഞാൻ എപ്പോഴും അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഷോളൊക്കെ എടുത്ത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ താഴെ ചെറിയൊരു ഷെൽഫുണ്ട്, അവിടെ നമുക്ക് നമ്മൾ പ്രെയർ ചെയ്യുന്ന ബുക്കുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെറിയ ബുക്കുകളൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ ഞാൻ പ്രെയർ ചെയ്യുന്ന ബുക്കുകളൊക്കെ താഴെ എടുത്ത് വെച്ചു. പഴയ ടേബിളിന് ഇത്തിരി വലിപ്പം കൂടുതലായിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ ആ ടേബിൾ മാറ്റി ഈ ചെറിയ ടേബിൾ വാങ്ങി വെച്ചത് കേട്ടോ. ഇതാകുമ്പോൾ നല്ല ഒതുക്കമുണ്ട്, നല്ല ഭംഗിയുണ്ടേ. പിന്നെ ഇത് രാത്രിയിൽ കുരിശ് വയ്ക്കുന്ന സമയത്ത് അഭിമോളാണ് ബൈബിൾ വായിക്കണത്. അപ്പോൾ അങ്ങനെ അഭിമോൾ അവിടുന്ന് ബൈബിളൊക്കെ വായിക്കാനാട്ടോ. അത് കഴിഞ്ഞത് പിറ്റേ ദിവസം ഞായറാഴ്ചത്തേക്ക് പിന്നെ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ വിഷസ് കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാർഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു തത്രപ്പാടിലാണ് രാത്രിയിൽ കേട്ടോ. ഞായറാഴ്ചകളിലെ സെക്കൻഡ് കുർബാന വേദപാഠം കുട്ടികളുടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ചത്തെ കുർബാന അഭിമോളുടെ ക്ലാസ്സിൻ്റെയാണ്. അപ്പോൾ അഭിമോൾക്ക് ലേഖനം വായിക്കാറുണ്ട് പള്ളിയിൽ. അപ്പോൾ അങ്ങനെ ബൈബിളൊക്കെ വായിച്ചൊന്ന്, അതായത് ഈ ആഴ്ച വായിക്കേണ്ട ലേഖനമൊക്കെ വായിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യലൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാർഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ പ്രത്യേകിച്ച് ഐഡിയകളൊന്നുമില്ല, അന്നേരം തോന്നിയൊരു ഐഡിയയിൽ അങ്ങോട്ട് ചെയ്യണതാണ് കേട്ടോ. പ്രത്യേകിച്ച് അത്ര വലിയ പടം വരപ്പ് കാര്യമൊന്നുമില്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ കൊച്ചിനെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അഭിമോക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. നമുക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെ. അകത്തൊരു കൊന്തമാലയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ, അടിപൊളിയായി. എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുറത്ത് രണ്ട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അച്ഛന് വേണ്ടിയിട്ടുള്ള വിശേഷം എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നെക്കാട്ടിൽ നന്നായിട്ട് അഭിമോള് വരയ്ക്കും കേട്ടോ. എന്നാലും അവൾ എന്നെ തിരിച്ച് പ്രോത്സാഹിപ്പിക്കുവേ. എന്നെക്കാട്ടിലും ഭംഗിയായിട്ട് അമ്മ വരയ്ക്കും, അമ്മയുടെ കഴിവാണ് എനിക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അവയെ ഒത്തിരി ഹാപ്പിയായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കിയത് അല്ലേ. അടിപൊളിയായി. ഇത് ഞാൻ ലൈറ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് അപ്പോൾ ചിന്തിച്ചില്ല. ഞാൻ ബ്ലാക്ക് പേനകൾ വരച്ചാൽ മതിയായിരുന്നേ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്കെച്ച് എടുത്ത് വരച്ചത്, അതാണ് ഇച്ചിരി ഡാർക്ക്നെസ് കൂടിപ്പോയി. പിന്നെ ഓർത്തത് ബ്ലാക്ക് പേന ഉണ്ടായിരുന്നൊന്നും. പിന്നെ ബ്ലാക്ക് പേനയും കൊണ്ട് പൂവിനൊന്ന് സൈഡ് ഷെയ്ഡ് ചെയ്തു, നിലയ്ക്കൊന്നും വരച്ചില്ല. അത്ര വലിയ കലാകാരി അല്ലെങ്കിലും എനിക്ക് ഇത്രയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്നെപ്പോലെ എന്നെക്കാട്ടിൽ നല്ല ഭംഗിയായിട്ട് എൻ്റെ അഭിമോളും വരയ്ക്കും. ഓക്കെ, ഇനി എടുത്ത് വെച്ചാട്ടാ. താങ്ക് യു മൈ ബേബി, താങ്ക് യു മൈ ബേബി. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളാണ്. ഇത്രയും കഴിവായാണ്. ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെക്കട്ടെ, ബാഗിലെടുത്ത് വെക്കാൻ മറക്കാണ്ട്.
എടുത്ത് വെക്ക്. സ്കെച്ചൊക്കെ എടുത്ത് സെറ്റാക്കട്ടെ അവിടെ. ഇവിടെ വരച്ചു ചെയ്താരാ വരച്ചേ? അത് ഞാൻ വരച്ചതാ. കൊള്ളാം. വിഷസ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നതിൻ്റെ ആഘോഷമാണ് വീട്ടിലൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസത്തേക്ക് പള്ളിയിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ വേദപാഠം പുസ്തകങ്ങളും കുർബാനക്രമം ബൈബിളൊക്കെ എല്ലായിടത്തും ബാഗിലൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലത്തെ അഭിമോള് അവിടെ റെഡിയായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ടീച്ചർ വിളിച്ച് പറഞ്ഞത് നമ്മുടെ ജില്ലാ കളക്ടർ ഇന്ന് മഴയായത് കാരണം അതായത് കുർബാന മാത്രം മതി, വേദപാഠം ഒന്നൊന്നും വയ്ക്കേണ്ടെന്ന് ഇങ്ങനെ അറിയിച്ചിരുന്നു. അങ്ങനത്തെ വേദപാഠം എന്നില്ലെന്ന് അറിയിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിട്ട് അഭിമോളും ഞങ്ങളെല്ലാം ഒന്നിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. എന്നിട്ട് വന്നിട്ട് അഭിമോൾക്ക് കുറച്ച് ദിവസം കൊണ്ട് ചിക്കൻ ഗ്രില്ല് ചെയ്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഗ്രില്ല് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. മസാലയൊക്കെ പുരട്ടി കുറേ നേരം വെച്ചിരുന്ന കേട്ടോ. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരച്ച് ചേർത്ത് ബാക്കി പൊടികളൊക്കെ ചേർത്ത് ഇങ്ങനെ കുറച്ച് നേരം വെച്ചിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഓവനൊന്നും പ്രീഹീറ്റ് ചെയ്തായിരുന്നു. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിൽ വീണ്ടും സെറ്റ് ചെയ്തു അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്കപ്പോഴും മസാല ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ മേലിടാനുള്ള ചെറിയൊരു ഗ്രേവി പോലെ. ഇത്ര ഗ്രേവി ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അല്ലാണ്ട് സവാളയിൽ ഉപ്പും നാരങ്ങ നീരൊക്കെ ചേർത്ത് ഇച്ചിരി മുളക് പൊടി ഇട്ട് ഇളക്കി എടുത്താണ് കേട്ടോ. പിന്നെ രസം ഇരിപ്പുണ്ട്, മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്കിനി ചോറ് കഴിക്കാം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മളുടെ ഗ്രില്ല് ചെയ്ത ചിക്കൻ കേട്ടോ. കൂടുതലും ഫ്രൈ അല്ലെങ്കിൽ കറി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തവണ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നും ഒരേ ടേസ്റ്റൊക്കെ ആണെങ്കിൽ എന്തോ രസമല്ലേ. എന്നാൽ പിന്നെ ഇന്ന് വെറൈറ്റി ആയിട്ട് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുണ്ടാക്കി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി അനിയനും കൂടെ ഇടുന്നുണ്ട്. ഭയങ്കര ഫോൺ വിളിച്ച് കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമേ ഒരു കാർഡ്ബോർഡും കൊണ്ട് ചുമ്മാ വെറുതെ കളിച്ചു. പിന്നെ അത് കീറി എടുത്തിട്ട് ചേച്ചി രണ്ടുപേർക്കും കൂടെ ഓരോ ഫോണിൻ്റെ എല്ലാ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി രണ്ടുപേരുടെ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ചേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അബിയും അപ്പൂസും ഉറങ്ങുവാണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു വൈകിട്ട് ചായക്ക്. അപ്പോൾ അവർ എണീക്കുമ്പോഴേക്കും അവർക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൈദപ്പൊടിയൊക്കെ എടുത്ത് അരിച്ചു വെച്ചു. 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തു കേട്ടോ. പിന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് വാനില എസൻസൊക്കെ ഒഴിച്ച് അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് വരുന്നതിനിടയ്ക്ക് പഞ്ചസാരയൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അങ്ങനത്തെ ബാറ്ററൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബാറ്റർ കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിന് കേക്ക് ടിന്നിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് മൈദയുടെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ച് അങ്ങനെയാണ് ഞാൻ കേക്കിൻ്റെത് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മളുടെ ടൈമിങ്ങൊക്കെ ഓവറായി. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ചേട്ടായി അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ടീ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വൈകിട്ട് സമയങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു രസമല്ലേ. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ആ എസൻസിൻ്റെ ആ ഒരു കേക്ക് നിന്ന് മൊരിഞ്ഞതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ ചായയെ കുടിച്ച് കേക്കൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വീഡിയോ ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.